പോരട്ടെ. എടാ ഒരു ടയർ ഇതിൻ്റെ അകത്തൂടെ ഇറക്കിക്കൊണ്ടു. പോരട്ടെ. ശകലം ഇങ്ങോട്ട് പിടിക്കേ. എന്നെ കുഴിയാന്ന്. ഇതുണ്ടോ നേരെ പോരട്ടെ. അത് നോക്കി, ആ ഒരു ഭാഗം എല്ലാം മൊത്തം മഞ്ഞ് കയറി കിടക്കുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡും അവിടെ ആ ഒരു വെയിലടിക്കുന്നത് അതിൻ്റെ അടുത്ത് കാർമ. അത് കണ്ടാ, ആ ഒരു മഞ്ഞ് ഇങ്ങനെ കയറി വരുന്നത്. ഈ ഒരു സൈഡ് ഫുള്ള് മഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മഞ്ഞാണ്. ചെറുതായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് അതിൻ്റെ മലയുടെ ഒരു ഭാഗം കാണാൻ പറ്റും. താഴേന്ന് കയറി വന്ന സമയം കൊണ്ട് മൊത്തം മഞ്ഞായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഫോട്ടോ എടുത്തായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ കാറുമായിട്ടാണ് പോകുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുളമാവ് ഫോറസ്റ്റിൻ്റെ അവിടെ കേട്ടോ. ഈ ഒരു വഴി നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ചുരുളി ആ ഒരു സിനിമയില്ലേ, ആ സിനിമയുടെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. നൈസിൽ എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങ് വരെ പോകുന്ന സിനിമയ്ക്കകത്തുള്ള പോലെ ഒന്നുമല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇല്ലിക്കക്കല്ല് പോകാനാണ് പ്ലാന്. ഈ ഒരു റൂട്ട് പോകുന്നതെന്ന് വെച്ചാൽ വാഗമൺ റൂട്ട് ഫുള്ള് പോയി പണിയൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ആ ഒരു റൂട്ട് പോകാൻ ഈ ഒരു റൂട്ട് പോകുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, ചിരാതും ഉണ്ടാവും, അവിടെ കയറി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകാം. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്, അതുപോലെ തന്നെ കാർമേഘമൊക്കെ കയറി കിടപ്പുണ്ട്. വലിയ സീൻ കാണത്തില്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. ഈ ഒരു റൂട്ട് നോക്കിയാൽ ഈ ഒരു കടയിലാണ് അവർ കയറി എൻ്റെ ചായയൊക്കെ കുടിക്കുന്നത്, കഴിക്കുന്നതൊക്കെ. എന്നിട്ട് ഈ ഒരു റൂട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അറക്കുളത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇനി 31 കിലോമീറ്ററും കൂടെ ഉള്ളൂ. 5 മണിയാകുമ്പം ഇല്ലിക്കക്കല്ല് ചെല്ലും. പിന്നെ അവിടെ നിന്ന് കയറി ടോപ്പിയൊക്കെ പോകുമ്പോൾ ഒരു സമയം ആകുമായിരിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും വഴി മൊത്തം പണിതുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് ഒരു കിടിലിനൊരു പണി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നോക്കിയേ, ഇത് ഫുള്ള് അത്യാവശ്യം നല്ല കുഴിയുമുണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ അടിയും തട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അവൻ എടുത്തോണ്ട് വരട്ടെ, നോക്കാം കേട്ടോ, നോക്കാന്നേ ഉള്ളൂ. എന്തായാലും ഈ സൈഡ് ചേർന്ന് പോറാ, അവിടെ ക്രോസ് എടുക്ക്. അങ്ങനെ ഇനി ഇങ്ങോട്ട് പോരട്ടെ. ഇനി ഇങ്ങോട്ട് പോരട്ടെ. എൻ്റെ മോനെ വഴി ചുമ്മാ സീനാ കേട്ടോ. നിന്റെ മാപ്പാ, ഗൂഗിൾ മാപ്പ്. ജയ് ഗൂഗിൾ മാതാജി. വരുന്ന വഴിക്ക് വേറൊരു സീനും കൂടെ കിട്ടിയിട്ടുണ്ട്. പോരട്ടെ, ഇത് സീനില്ല കേട്ടോ. നേരത്തെ എത്രയും വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വലിയ സീനില്ല. നേരെ പോട്ടെ. ആ കല്ല് പുറകിൽ എവിടെയോ വന്ന് ചെറുതായിട്ടൊന്നും അടിച്ചു, അതിൻ്റെ ഒരു സൗണ്ടാണ് ഇപ്പം കേട്ടത്. ഇനിയിപ്പോൾ ഞാനെങ്ങനെ പോവും? ഇവിടെ ജമ്പടിക്കണമല്ലോ. ഒന്നെങ്കിൽ വെള്ളത്തിൽ ഒക്കെ നോക്കിക്കേ. ഈ സൈഡ് ചേർന്ന് പോയാൽ മതിടാ. അങ്ങോട്ട് ചേർത്തോ കേട്ടോ. അങ്ങനെ തന്നെ പോട്ടെ. ഈ വഴി മൊത്തം ഇങ്ങനെയാണോ ചേട്ടാ? വഴി മൊത്തം ഇങ്ങനെയാണോ? ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അയ്യോ, പോരട്ടെ. എടാ ഒരു ടയർ ഇതിൻ്റെ അകത്തൂടെ ഇറക്കിക്കൊണ്ടുവന്നോ? അല്ല, അതങ്ങനെ തട്ടത്തില്ല. ഒരെണ്ണം ഇതിൻ്റെ അകത്തൂടെ വരുമ്പോളേ പോരട്ടെ. ഇനി ഇതുപോലത്തെ ഉണ്ടോന്ന്? കാർ നിങ്ങൾ ഒരു കാരണം വെച്ചാൽ ഈ ഒരു വഴി വരരുത്. ഇത് നോക്കി, ഈ കുഴിയുടെയൊക്കെ ഒരു ഇത് നോക്കിക്കേ. വാടാ, എടാ ഇതിൻ്റെ അകത്ത് ഇറക്കിക്കോ ഒരെണ്ണം. ഒരു ടയർ ഇങ്ങോട്ട് ഇറക്കിക്കോ. ഇല്ലില്ല, എന്നാൽ നേരെ തന്നെ പോരട്ടെ. ആ സൈഡ് അങ്ങോട്ട് ചേർക്കല്ല്. നേരെ വാ. കറക്റ്റ് ആ സൈഡ് ഇറങ്ങൂടാ. പോരട്ടെ. ശകലം ഇങ്ങോട്ട് പിടിക്കേ. ഇനി ഇപ്പുറത്തേക്ക് പിടിക്കേ. എൻ്റെ പൊന്നെ, ഈ ഒരു കുഴിയുടെ ഒരു ഇത് നോക്കിക്കേ. എന്നെ കുഴിയാന്ന്. ഇതുണ്ടോ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ പൊന്നെ,
ആ ഭയങ്കര കുഴിയാ. ആ വണ്ടി എഡ്ജിൽ കൂടെ കേട്ടോ പോയത്. ഇതുണ്ടോ ഈ എന്നെ ഇത് നോക്കി, ഞാൻ ഇതിൻ്റെ അകത്ത് ഇറങ്ങി എന്ന് കഴിഞ്ഞാൽ ഇതുണ്ടോ. എൻ്റെ ദൈവമേ, നിങ്ങൾ ഒരു കാരണം വെച്ചാൽ ഇത് ഈ വഴിയിൽ കൂടെ വണ്ടിയുമായിട്ട് വരരുത്. വഴി ഫുൾ അഡ്വഞ്ചറാണ് കേട്ടോ. താഴെ 2-3 നല്ലവരായ ചേട്ടന്മാരോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു, അവന്മാരെയൊക്കെ ഉണ്ടല്ലോ വല്ല പത്തലിന് മേടിക്കേണ്ട സമയം കഴിഞ്ഞു. നല്ല വഴിയാണോ എന്ന് ചോദിച്ചു. അവന്മാർ നല്ല സൂപ്പർ വഴിയാ, കുഴപ്പമൊന്നുമില്ല, പൊക്കോളൂ എന്ന് പറഞ്ഞു. അവന്മാരെന്നാ ഇത് എൻ്റെ തന്നെ ഓരോ ഐറ്റമൊക്കെ. കുറച്ചുകൂടെ കണ്ടേ ഉള്ളൂ, അത് കഴിയുമ്പോഴേക്ക് അത്യാവശ്യം നല്ലൊരു വഴിയിലേക്ക് ചെന്ന് കയറുമെന്ന് വിശ്വസിക്കുന്നു. അതെ അടുത്തതോ. അയ്യോ നിൽക്കി ഞാൻ പറഞ്ഞുതരാം. ഓരോ നിങ്ങൾ ഒരു കാരണം വെച്ചാലും ആൾക്കാരോട് ചോദിച്ചിട്ട് ഈ ഒരു വഴിയൊന്നും വരരുത്. ഒന്നാമത്തെ കേസ്, നമ്മുടെ ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ്. അതിൻ്റെ കൂടെ ഇതുപോലത്തെ വഴിയും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്. നേരെ പോരട്ടെ നിൽക്കുന്ന ഒരു മിനിറ്റ്. അങ്ങനെ ഒരു വിധത്തിൽ ഈ പേട്ട് വഴിയെ കൂടെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നു കേട്ടോ. ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഒരു വഴി വരരുത്. ഗൂഗിൾ മാപ്പ് നോക്കി വരുകയേ ചെയ്യരുത്. വന്നു കഴിഞ്ഞാൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി നിങ്ങൾക്കിട്ട് കിട്ടും. ഇപ്പം നമുക്കിട്ട് കിട്ടിയ പോലെ ഭാഗ്യത്തിന് അടിയൊന്നും തട്ടിയില്ല. കുറച്ച് കറങ്ങി റിവേഴ്സ് എടുത്തിട്ട് കുറച്ച് ഒരു ഫ്ലോയിൽ ഇങ്ങ് കയറി വന്നപ്പോഴേക്കും വണ്ടി ഇങ്ങ് കയറി വന്നു. അവൻ വരുന്ന വഴിക്ക് കണ്ട ഒരു വ്യൂ ആണിത് കാണുന്നത്. അതെന്ത് രസമാണെന്ന് നോക്കി. സെറ്റ്. അതുപോലെ നമ്മുടെ വണ്ടിയും വരുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയതാണ്. ഇവിടെ എന്തോ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, ക്യാസിൽ മിസ്റ്റ്. പൂട്ടിപ്പോയോ അറിയാൻ പാടില്ല. പക്ഷേ അത് നോക്കി മൊത്തം മഞ്ഞ് കയറി കിടക്കുവാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വ്യൂ കാണാം, കുറേ വെള്ളമൊക്കെ കയറി കിടക്കുന്നേ. നോക്കട്ടെ, ഇത് നോക്കി. സംഭവം എന്തായാലും സെറ്റപ്പാ. അത് നോക്കി, ആ ഒരു ഭാഗം എല്ലാം മൊത്തം മഞ്ഞ് കയറി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആവോ. ഇത് കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ കണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മൊത്തം മഞ്ഞാണ്. എന്തായാലും സംഭവം ചുമ്മാ സീനാണ്. ആ ഒരു ഫ്രെയിം നോക്കി എന്തായാലേ. നോക്കി വഴി നോക്കി. ഇല്ലിക്കക്കല്ലിന് തിരിയുന്നത് അവിടെ വന്നിട്ടുണ്ട്. ഇല്ലിക്കക്കല്ല് 5.5 കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ടാണ് നമുക്കിനി പോകേണ്ടത്. അങ്ങനെ നീണ്ട ഓഫ് റോഡിന് ശേഷം നമ്മളിതാ ഒരു നല്ല റോഡിൽ കൂടെ ഇതാ ഇല്ലിക്കക്കല്ലിന് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, ഇവിടെ വന്നപ്പോൾ എന്താ അടുത്തത് അടി തെറ്റുമോ? കുഴപ്പമില്ല, ഫുള്ള് വിഷയം റോഡാണല്ലോ ഇത്. നിങ്ങൾ ഒരു കാരണം വെച്ചാലും നമ്മുടെ മൂലമറ്റം ആ ഒരു സൈഡ് വന്നിട്ട് ഇല്ലിക്കക്കല്ലിന് മാപ്പിട്ട് ഒരിക്കലും വരരുത്. ആ വഴിയൊന്നും ഈ വണ്ടിയും കൊണ്ടൊന്നും വരവ് നടക്കൂല. ഞങ്ങൾ തന്നെ വന്നത് സന്തോഷമായി. ഇത് അടിയൊന്നും തട്ടിയില്ല ഭാഗ്യത്തിന്, അതുകൊണ്ട് പിന്നെ സീനില്ല. ജീപ്പൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കയറിപ്പോയത്. പക്ഷെ ഞാൻ ആ കാണിച്ച ആ ഒരു കുഴിയുടെയൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ, അത് എന്നാ കുഴിയായിരുന്നെന്നറിയാമോ. അയ്യോ, അപ്പോൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് ഓർത്തത് ഈ ഒരു ഭാഗത്തെ ഒരു വ്യൂ നോക്കി. അതുകൊണ്ട് അതെ ആ ഒരു ഭാഗം ഫുള്ള് വെയിൽ, നല്ല രസമുണ്ട്. മൊത്തത്തിൽ ഒരു കിടിലിനൊരു വ്യൂ ആട്ടോ. അത് നോക്കി, ആ ഒരു ഭാഗത്ത് കുറച്ച് ചുമലയും ഒരു ഓറഞ്ച് ഷെയ്ഡും, അവിടെ ആ ഒരു വെയിലടിക്കുന്നത്, അതിൻ്റെ അടുത്ത് കാർമേഘം. ഈ ഭാഗത്ത് മൊത്തം കാർമേഘമാണ്, മഴയും മഞ്ഞും കാര്യങ്ങളും ഒക്കെ. പക്ഷേ വിറ്റാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ, അതും കൂടെ അങ്ങോട്ട് കയറിപ്പോവാം. നിങ്ങൾക്ക് വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് ഈ ഒരു ഫ്രെയിം നോക്കി മൊത്തം മഞ്ഞ് കയറി കിടക്കുവാണ്. ഇവിടെ ഒരു ചെറിയൊരു റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ആ ഒരു ഭാഗം മൊത്തം മഞ്ഞാണ് കേട്ടോ, മൊത്തം. ഇത് നോക്കി, ഇവിടുത്തെ ഒരു കാലാവസ്ഥ നോക്കി, മൊത്തം മഞ്ഞൊക്കെ കയറി. എൻ്റെ മോന്, നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് തിരിയേണ്ടത്. അത് ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോകുന്ന ഒരു റൂട്ടാണ്. അതുപോലെ അത് തിരിച്ചാ കേട്ടോ. പോട്ടെ ആ മണ്ട വരെ പോവാടാ, അടച്ചിട്ടില്ലല്ലോ. 8 AM to 6 PM. സമയമുണ്ട്. അയ്യോ, അത് പോയിക്ക്. അങ്ങനെ ഫൈനലി നമ്മളിത് ഈ ഒരു ഭാഗത്ത് വന്നിട്ട്, നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മനസ്സിലാവും നിങ്ങൾക്ക്, മൊത്തം മഞ്ഞ് കയറുന്ന പോയിക്ക്.
ആ ഒരു സൈഡ് മഞ്ഞില്ല. ഇത് കണ്ട, ഇവിടെ കൊണ്ട് തീർന്നു പോയി. വണ്ടി ഇവിടെ കിടക്കുന്നു. ഓ, ആ ഒരു ഭാഗം മൊത്തം മഞ്ഞ് കയറി വരുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കയറാൻ പറ്റുമോ എന്ന് നോക്കണം. ഇതുണ്ട്, ഈ ഒരു ഫ്രെയിം നോക്കി. നമുക്കത് ആ ഒരു ഭാഗത്തേക്ക് പോകാം കേട്ടോ. ടിക്കറ്റ് ഇപ്പോൾ ഇവിടെ ചോദിച്ചു 144 രൂപയാണ് 2 പേർക്ക്. അപ്പം കുറച്ചുകൂടെ ആൾക്കാർ ഫില്ലായാലേ നമുക്ക് ജീപ്പിന് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഓ, മഞ്ഞിങ്ങോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കി, എൻ്റെ ഓരോ സീൻ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം മഞ്ഞാവും. അപ്പോഴേക്കും കിടിലം വൈബായിരിക്കും. പക്ഷേ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നടത്തി വിടത്തില്ലെന്ന് പറഞ്ഞില്ല, നമുക്ക് നടന്നാണേലും പോയിട്ട് വരാമായിരുന്നു. ആ ഒരു ഭാഗം മൊത്തം മഞ്ഞായിട്ടുണ്ട്. 2 പേരും കൂടെ വരുന്നുണ്ട്. ഇവരെല്ലാം കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് 4-5 പേർക്ക് പോകാൻ പറ്റുമായിരിക്കും. എന്തായാലും നോക്കട്ടെ എന്നാണ് പുള്ളി പറഞ്ഞ. ഒരു 10 മിനിറ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നോക്കിയേ, നമ്മൾ വന്നപ്പോൾ ഈ ഒരു ഏരിയയിലൊന്നും മഞ്ഞില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം ആയപ്പോഴേക്കും മൊത്തം മഞ്ഞ് കയറിയിട്ടുണ്ട്. കിടിലം വൈബായിട്ടുണ്ട്. അവിടുന്ന് നടന്നത് ഇവിടോട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കി, നമ്മൾ വന്നപ്പോഴേക്കും ആ ഒരു സൈഡൊന്നും മഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴായപ്പോഴേക്കും ഇത് നോക്കി മൊത്തം മഞ്ഞായിട്ടുണ്ട്. അങ്ങോട്ടെല്ലാം മഞ്ഞ് കയറുവാണ്. അതുപോലെ ഇനിയിപ്പോൾ മണ്ടേ കയറി കഴിഞ്ഞാലും പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. ഇതുപോലെ തന്നെ ഫുള്ള് മഞ്ഞായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അവൻ്റെ അകത്ത് പോയി കയറാം. ഒരാൾക്ക് 77 രൂപ വെച്ചാണ്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഭാഗത്തെ മഞ്ഞെല്ലാം പോയിട്ടുമുണ്ട്. നമുക്കിനിയിപ്പം ജസ്റ്റ് മണ്ടയിലേക്ക് കയറിപ്പോവാം. ഈ ഒരു ജീപ്പിനാണ് പോകുന്നത്. അത്യാവശ്യം മഞ്ഞ് മാറിയൊക്കെ വരുന്നുണ്ട്. മണ്ട ചെല്ലുമ്പോൾ എന്താ അവസ്ഥയെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും നമുക്കിത് ഈ ഒരു ജീപ്പിന് കയറിപ്പോവാം. ഇതേ അവനവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വണ്ടിക്കകത്തിരുന്ന്. ഫസ്റ്റ് തന്നെ നമ്മൾ കയറി ഫ്രണ്ട് സീറ്റ് കയറിയിരുന്നു കേട്ടോ. സോ ഫൈനലി നമ്മുടെ വണ്ടിയുമായിട്ട് മുന്നോട്ട് പോകുവാണ്. സോ ഫൈനലി നമ്മൾ വണ്ടിയും കൊണ്ട് ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഈ ഒരു റൂട്ട് കയറി പോകണം. ഇവിടെ ഒരു ജനറേറ്ററൊക്കെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൗണ്ട് കാരണം ഒന്നും കേൾക്കത്തില്ലായിരിക്കും. കുറേ നടക്കാനുണ്ട്. താഴേന്ന് നടന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു റൂട്ട് കൂടെ കയറി പോകണം. ഇതിൻ്റെ അകത്തൂടെ 2 വഴിയുണ്ട്. ഏതിലേ കയറി പോവും? അതിലേ ഒരു വഴിയുണ്ട്. ഓ എടാ, അത് നല്ല വഴിയുണ്ട് കേട്ടോ സൈഡിൽ കൂടെ. ഇതിലേ കയറാം. അങ്ങനെ നമ്മളിത് ഈ ഒരു ഭാഗത്ത് കയറി വന്നിട്ടുണ്ട്. അവിടുന്ന് ശകലം ഇങ്ങോട്ട് കയറിയതുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മഞ്ഞാണ്. ഫുള്ള് മഞ്ഞായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ടോപ്പിലേക്ക് പോകുന്ന കാര്യത്തിൽ ഡൗട്ടാണ്. ഈ ഒരു ഫ്രെയിം നോക്കി, എന്ത് രസമല്ലേ. മണ്ട ചെന്നാലും പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ് ഞങ്ങൾ. കണ്ടില്ലേ, കാരണം അത്രയും ദൂരം നടന്നിട്ടേ ഒന്നും കാണാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ശോകമായിരിക്കും. ചെറുതായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് അതിൻ്റെ മലയുടെ ഒരു ഭാഗം കാണാൻ പറ്റും. ഇത് നോക്കിക്കേ. എന്തായാലും നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് മണ്ടേ ഒന്ന് പോയിട്ട് അവിടെ ഒന്ന് നോക്കാം. ചിലപ്പോൾ മഞ്ഞ് മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറിപ്പോവാതെ. വെറുതെ അവിടെ നിന്ന് ഓടി വന്നു. സാധനമൊന്നും കാണാൻ പറ്റുന്നില്ല. നോക്കിക്കേ, ഫുള്ള് കുപ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടേക്കുന്നേ. ഇതുണ്ടോ, താഴെ കൂടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കാം. അതൊക്കെ ഒരു കിളിയൊക്കെ ഇപ്പം പറന്നു പോയത്. അതുപോലെ കുറേ എണ്ണം ഇല്ലേ പറക്കുന്നുണ്ട്. താഴേന്ന് കയറി വന്ന സമയം കൊണ്ട് മൊത്തം മഞ്ഞായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, കിളികളെയും പറന്ന് ദേ വന്ന് സീൻ കണ്ട അവൻ ആർമാദിക്കുകയാണ്. എന്തായാലും ഇവിടെ കയറി വന്നിട്ട് താഴെ നിന്നുള്ളൊരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. മണ്ടേ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കാണത്തില്ല. സോ ഇനിയിപ്പം പതുക്കെ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് പോവാം. ഓടിക്കയറി വന്നുകൊണ്ട് നല്ല രീതിക്ക് കിതയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളമൊന്നുമില്ല. കുറേ ആൾക്കാരതിലേ പോകുന്നുണ്ട്. എന്തായാലും പതുക്കെ ഇതുപോലെ അങ്ങനെ പോകാം. ഈ ഒരു കിളിയിൽ കുറേ നേരമായി കേട്ടോ പറക്കാൻ തുടങ്ങിയിട്ട്. അവനൊരു മടുപ്പില്ല, അങ്ങ് ആർമാദിച്ച് പോകുവാണ്. ആൾക്കാരെല്ലാം പോകുന്നുണ്ട്. എക്കോയും കേൾക്കാൻ എക്കോ തിരിച്ചടിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി താഴെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇടിമിന്നൽ അടിക്കാതിരിക്കാനൊക്കെ ഉള്ളൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, ടവറൊക്കെ. അതുകൊണ്ട് ഇരിക്കുന്നത് മഞ്ഞും കൂടെ ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വെളുത്തിരിക്കുന്നു. കണ്ടോ,
അങ്ങനെ നമ്മൾ ടോപ്പിൽ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വന്ന ജീപ്പ് അല്ലെന്ന് തോന്നുന്നു. ഇത് നമ്മൾ വന്ന ജീപ്പ് അല്ല കേട്ടോ. ഇനിയിപ്പം ഈ അവരും കൂടെ വന്നവരും കൂടെ ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് തിരിച്ച് ഈ ഒരു റൂട്ട് തന്നെ പോകാനായിട്ട്. കാരണം ഇപ്പം തന്നെ സമയം 6 മണിയായി. 6 മണിയാകുമ്പോൾ ഇവിടെ വരണമെന്ന് അവർ പറഞ്ഞാണ്. അവരെല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മളവിടെ പിന്നെ മഞ്ഞ എന്നും കാണുന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ നിന്ന് കണ്ടിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തിരിച്ചിറങ്ങി വന്നതാണ്. അങ്ങനെ നമ്മളിത് അവിടെ നിന്നെല്ലാം ഇറങ്ങി തിരിച്ച് വണ്ടി കിടക്കുന്ന ഇവിടെ വന്നിട്ടുണ്ട്. എന്തേ കിടക്കുന്നു നമ്മുടെ ചെറുക്കൻ കണ്ടില്ലേ. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ തിരിച്ചു പോവാം. കാരണം സമയം ഇപ്പോൾ 6-6:15 ആവാറായിട്ടുണ്ട്. ആ ഒരു വണ്ടി കിടക്കുന്ന ആ ഒരു സ്ഥലം നോക്കി, എന്ത് രസമല്ലേ. ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ മണ്ടേ പോയിട്ട് ഇല്ലിക്കക്കല്ലൊന്നും കാണാൻ പറ്റിയില്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഇത് നോക്കിയേ, സെറ്റപ്പല്ലേ. ഇതിൻ്റെ അത് വേറെ ട്വിസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി, എൻ്റെ പോലെ വന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ സീനായിരുന്നു. ശരിക്കും ഈ ഒരു ഫ്രെയിം നോക്കി എന്ത് രസമല്ലേ. ആ ഒരു ഭാഗത്തെ മഞ്ഞും നമ്മുടെ വണ്ടി കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് മഞ്ഞില്ല, അതിൻ്റെ കൂടെ ആ ഒരു മലയുടെ കാര്യം ഇതും എല്ലാം കൂടെ വന്നപ്പോഴേക്കും ചുമ്മാ സീനാണ്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തെ മഞ്ഞ ഇപ്പോൾ അത്യാവശ്യം പോയി വരുന്നുണ്ട്. ഇവിടെ നിന്ന് പറയുന്നത് 2 കിലോമീറ്റർ ഉണ്ട് ടോപ്പ്. അതായത് നമുക്ക് ജീപ്പിന് പോവുകയാണെങ്കിൽ 1.25 കിലോമീറ്റർ, അവിടുന്ന് ബാക്കി നടന്ന് കയറണം. അപ്പോൾ അത്രയും ദൂരമുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ചെറിയ ആക്സിഡൻറ്റും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് വണ്ടി കയറ്റി വിടാത്തതെന്നാണ് നമ്മുടെ ആ ഒരു ജീപ്പ് ഓടിച്ച ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ കുറേ പ്രശ്നമായി, ഡ്യൂക്കൊക്കെ ഇവിടെ നിന്ന് താഴെ പോയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ കയറ്റി വിടാത്തത്. എല്ലാവരും കൂടെ തീരുമാനിച്ചാണ് ഇവിടുന്ന് ജീപ്പിൻ്റെ ഈ ഒരു സെറ്റപ്പ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് നോക്കി എന്തല്ലേ, അയ്യോ ഇത്രയും നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മല നമുക്ക് മൊത്തത്തിൽ കാണാമായിരുന്നു. പക്ഷേ ഈ ഒരു സമയമായപ്പോഴേക്കും മൊത്തം മഞ്ഞ് കയറി മൊത്തം മൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഫോട്ടോ എടുത്തായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. ആ ഒരു മലയുടെ ആ ഒരു ഫ്രെയിം, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നോക്കി, അപ്പോഴേക്കും അത് മഞ്ഞ് കയറി മൊത്തം മൂടിപ്പോയി. ഇത് കണ്ടില്ലേ, ഫുൾ ഏരിയയിൽ മഞ്ഞായിപ്പോയി. ഇത് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരുന്നു. കാരണം നമ്മൾ വണ്ടിയും കൊണ്ടും ഒരു കിടിലിനൊരു വഴി കൂടാണ് വന്നത്. അതേപോലൊരു ഓഫ് റോഡ് റൂട്ടാണ് വന്നത്. എൻ്റെ പിന്നെ കുഴിയിലൊന്നും പോകാൻ എന്തോ ഭാഗ്യം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റ ബൈ ബൈ.